സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനോ ഹിസ്ബുള്ളയ്ക്കോ സഹായം നൽകിയാൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം തുടരുകയാണ്. നെതന്യാഹു ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. സിറിയയിൽ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങി. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലെബനനിലേക്ക് മാറ്റി. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനെ തുടർന്ന് ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത്. നിലവിൽ സെയ്ദ സൈനബിൽ നിന്ന് ഒഴിപ്പിച്ച 75 പേരിൽ 44 പേർ ജമ്മുകശ്മീരിൽ നിന്നുള്ളവരാണ്. സുരക്ഷിതമായി ലെബനനിലേക്കെത്തിയവർ ലഭ്യമായ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സിറിയയിൽ സമാധാനപരമായ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തിക്കപ്പുറത്തു നിന്ന് വരുന്ന ഭീഷണികൾ തടയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇസ്രായേൽ സന്നദ്ധമാണെന്ന് നെതന്യാഹു പറഞ്ഞു. സിറിയയിലെ പുതിയ ഭരണകൂടം ഇറാനെ സഹായിക്കുകയോ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ അനുവദിക്കുകയോ ചെയ്താൽ ശക്തമായി പ്രതികരിക്കും. കനത്ത വില ഈടാക്കും. മുൻ ഭരണത്തിന് സംഭവിച്ചത് ഈ ഭരണത്തിനും സംഭവിക്കും, നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അതേസമയം സിറിയയിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ തകർത്തു. ജിഹാദി തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാനാണ് പ്രധാന സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്നും നെതന്യാഹു. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് ബ്രിട്ടീഷ് വ്യോമസേന നാസികളെ സഹായിക്കാതിരിക്കാൻ വിഷി ഭരണകൂടത്തിന്റെ കപ്പലുകളിൽ ബോംബിട്ട ചരിത്ര സംഭവത്തെ ഓർമ്മപ്പെടുത്തിയാണ് ആക്രമണങ്ങളെ നെതന്യാഹു ന്യായീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.